ഒരു തലമുറ ടെൻഷനും സ്ട്രെസ്സും ഇല്ലാതെ ഈ ഭൂമി ജീവിക്കുന്ന കാണണം. ഞാൻ പറയും അവരെ പങ്കുവയ്ക്കാൻ പഠിപ്പിക്കണം. ഇനി സന്തോഷത്തോടെ മനസ്സറിഞ്ഞാൽ കൊടുക്കുന്നെങ്കിൽ കൊടുത്തത് ഓർത്തിരിക്കുക പോലുമില്ല. വണ്ടിയെ കയറി പറമ്പ് തീരുന്നിടം വരെ സൈഡിൽ കൂടി ഇങ്ങനെ തുളസി നട്ട് പിടിപ്പിച്ചിട്ടുണ്ടേ. ഇത്രയും ഗുണമുള്ളൊരു സാധനം വേറെ ഇല്ലെന്ന് ഓർക്കണം. അതിരിക്കുമ്പോഴാണ് കണ്ട അതും ഇതും എല്ലാം കൂടെ വയത്ത് വാരി തേച്ച് നമ്മൾ ഈ കോലം കെട്ടി ഇറങ്ങുന്നത്. ഞാനെപ്പോഴും 2 ഇല പറിക്കും, ഇങ്ങനെ കയ്യിലൊക്കെ തൂക്കും. അങ്ങനെ ഓട്ടോമാറ്റിക്കലി ഇത് അന്നാറോസിൻ്റെ ഒരു ശീലമായി മാറി. ഇപ്പോൾ അവിടെ എത്തിക്കഴിയും വണ്ടി നിർത്താനും തുളസിയില പറിക്കാനും അവളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ചെറുപ്പം മുതലേ പിള്ളേരെ മുഖത്ത് കുറേ വാരി തേപ്പിച്ച് അത് ഇതുമാക്കി വളർത്തുന്നതിന് പകരമുണ്ടല്ലോ, അവരുടെ ഇന്ദ്രിയങ്ങളൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റുമേ. ഇത് ഉടുപ്പിൻ്റെ പോക്കറ്റിലോ ബാഗിൻ്റെ അകത്തോ എവിടെയെങ്കിലും വെച്ചിട്ട് വൈകുന്നേരമായിരിക്കും എടുത്ത് കളയുന്നത്. പിന്നെ അന്നാറോസിൻ്റെ അംഗൻവാടിയിലെ ടീച്ചർമാർ എന്നാ കിട്ടിയാലും പങ്കുവയ്ക്കാൻ അവരെ കഴിഞ്ഞിട്ടേ ആൾക്കാരുള്ളൂ. അന്നാറോസ് അങ്ങോട്ട് പഴം കൊണ്ട് കൊടുത്തപ്പം ഇങ്ങോട്ടും തന്നു ഒരു നല്ല വേറൊരു പഴം. മക്കൾ നല്ല പാഠങ്ങൾ പഠിക്കുകയും ചെയ്യുന്നത് കാണുന്നതാണ് ഏറ്റവും വലിയ ദൈവാനുഗ്രഹം.